അവർക്ക് 13 ആന ഉണ്ടായിരുന്നു. ആനേനൊക്കെ വെച്ച് എഴുന്നള്ളത്തൊക്കെ നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഇവിടെ നടന്നു. മഞ്ചേരി കോവിലകത്തിന്റെ തറവാട്ടമ്പലത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? അവിടുത്തെ വിശേഷങ്ങളും ആചാരങ്ങളൊക്കെ നമുക്കൊന്നും അറിയണ്ടേ? അമ്പലത്തിലെ ദുർഗാദേവി ഒരു കുട്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ കല്ലിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള പല ലിപികളും. അപ്പൊ എത്ര വർഷം ഇത് പഴക്കമുണ്ട് ഈ അമ്പലത്തിന്? ഏകദേശം ഒരു 2000 വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഇന്ന് മഞ്ചേരിയിലൊരു ഫേമസ് ആയിട്ടൊരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് അവിടുത്തെ പൂരമാണ്, ലാസ്റ്റ് ദിവസമാണ്, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്ന് പോകുന്നതിന് നേരെ സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. സ്റ്റാൻഡിൽ നിന്ന് ബസ് ഉണ്ട് അങ്ങോട്ടേക്ക്. കച്ചേരിപ്പടിയാണ് സ്റ്റോപ്പിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ബസ് കയറി അവിടെ ഇറങ്ങിയിട്ട് അമ്പലം തിരിച്ച് കാണാം. ഗൈസ്, അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക്, അതുകൊണ്ട് ഓട്ടോ കയറാം. ബസ് ഇറങ്ങിയിട്ട് നടക്കാൻ കഴിയുന്നവരാണെങ്കിൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കിപ്പോൾ നടക്കാനുള്ള സമയമില്ല, നേരെ അമ്പലത്തിൽ വേഗം എത്തണം. ഗൈസ്, അപ്പോൾ അമ്പലത്തിന് നേരെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ചെറിയൊരു കുഞ്ഞു കയറ്റമാണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ അമ്പലത്തിൽ പൂരം തുടങ്ങുന്നത് ഒരു 4 മണി 5 മണി സമയത്താണ്. ഇപ്പം നല്ല ഉച്ച സമയമാണ്, ആളുകൾ കുറവാണ്. കയറി വരുമ്പം തന്നെ ഓട്ടോ ഒന്ന് നോക്കിയപ്പോൾ ആനയൊക്കെ പുറത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഗൈസ്, അപ്പം ഞാൻ അമ്പലത്തിന്റെ മുന്നിലെത്തി. നേരെ നമുക്ക് അമ്പലത്തിലേക്ക് കയറാം. അമ്പലം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു പാറയുടെ മുകളിലായിട്ട് ഇരിക്കുന്നതായിട്ടാണ്. അമ്പലത്തിലേക്ക് കയറാൻ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ടിയായാലും ഞാൻ കയറി. ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് കാര്യമായിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കണം എന്ന് മനസ്സിലുണ്ടായിരുന്നു. അമ്പലത്തിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് കാര്യമായിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. അമ്പലത്തിനെ കുറിച്ച് വീഡിയോ ചെയ്യാനാന്ന് പറഞ്ഞപ്പോൾ ആൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു. അമ്പലത്തിലെ ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ അമ്പലമൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഈ അമ്പലത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പല മൂർത്തികളെയും കൂടി ഇരുത്തിയിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിന്റെ മുൻഭാഗം. കറക്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കൊട്ടാരത്തിന്റെ ഒരു ഭംഗിയിലാണ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അമ്പലത്തിന്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന ഒരു വ്യൂ ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പാറയുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന ഫീലാണ്. ഒരു നമ്മുടെ ഈ സ്റ്റേജില് ഒരു ഈ 7-8 ദിവസം കൊണ്ട് ഒരു 600ഓളം കലാകാരികളും കലാകാരന്മാരും പേര് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ആളുകളല്ലേ? ചേട്ടാ നമസ്കാരം. എൻ്റെ പേര് വിനയൻ. ഞാനിപ്പോ ഈ പൂരാഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. നമ്മുടെ കുന്നത്തമ്പലം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അങ്ങാടിപ്പുറം അമ്പലമാണല്ലോ ഇപ്പം മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രശസ്തിയാർത്തി നിൽക്കുന്ന ഒരു അമ്പലം. അതിനേക്കാൾ പ്രൗഢിയോടുകൂടി ഇവിടെ ഉത്സവങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നടന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ കോവിലകം വകയായിരുന്നു ഈ അമ്പലം, അവരുടെ അധീനതയിലായിരുന്നു. അവർക്ക് 13 ആന ഉണ്ടായിരുന്നു. ആനേനൊക്കെ വെച്ച് എഴുന്നള്ളത്തൊക്കെ നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഇവിടെ നടന്നുപോയിരുന്നു. അപ്പോൾ അതിന് ശേഷം ഉണ്ടായത് പിന്നെ അത് ക്ഷയിച്ച് പോയി എന്ന് പറഞ്ഞപ്പോൾ ക്ഷയിക്കല്ല, അവർ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. എല്ലാ കോവിലങ്ങളും ഇപ്പോൾ കുറച്ച് ക്ഷയിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മഞ്ചേരിയിലും അങ്ങനെ ഒരു സംഭവം നടന്നു. അതിനുശേഷം ഇത് ദേവസ്വം ബോർഡ് ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു 2002 കാലഘട്ടങ്ങളിലാണ് തോന്നി ആ സമയത്താണ് ഇത് ഏറ്റെടുക്കുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം നമ്മൾ ആഘോഷ കമ്മിറ്റി വിളിക്കുകയും നാട്ടു കമ്മിറ്റി എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ഓരോ വർഷവും പരിപാടികൾ കൂട്ടി കൊണ്ടുവന്ന് നമ്മളെ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ നടത്തുകയും ക്ഷേത്ര ചടങ്ങുകൾ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ എല്ലാ തരത്തിലും ആഘോഷവും ആചാരവും ഒരുപോലെ ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ. നേരത്തെ അങ്ങനെ. ഇപ്പൊ എത്ര വർഷം ഇത് പഴക്കമുണ്ട് ഈ അമ്പലത്തിന്? ഏകദേശം ഒരു 2000 വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ നമ്മുടെ ഈ കല്ലിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള പല ലിപികളും വസ്തു പരിശോധന ആളുകളൊക്കെ വന്നിട്ട് അവര് അത് കൃത്യമായിട്ട് പരിശോധന വർഷങ്ങൾക്ക് ഏകദേശം പറഞ്ഞു തന്നിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഇത് 2000 വർഷം പഴക്കമുണ്ടെന്ന് നമുക്ക് അറിയാനുള്ളത്. പിന്നീട് നമുക്ക് ഇപ്പം ദേവി എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ ശാന്തഭാവത്തിലുള്ള ബാലദുർഗയാണ്, ദേവിയാണ്. നമ്മുടെ അങ്ങാടിപ്പുറം അമ്പലത്തിന്റെ അനിയത്തിയാണ്, ദേവിയുടെ അനിയത്തി. അപ്പൊ ചേച്ചി അനിയത്തിയാണ്. അങ്ങാടിപ്പുറം അമ്പലം തമ്മിൽ കണക്ഷൻ ഉണ്ട്, നല്ല ബന്ധമുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടെ കേട്ടു, കുറച്ച് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ. അതായത് അമ്പലത്തിന് ചുറ്റിലും കുറച്ച് അങ്ങനെ എന്ത് കാര്യമായിട്ടാണ് ഇവിടെ നടന്നത്? അത് അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ദേവിക്ക് പ്രത്യേകത എന്ന് പറയുമ്പോൾ ദേവി എല്ലാവരെയും പ്രീതിപ്പെടുത്തി സന്തോഷപ്പെടുത്തിയിട്ടാണ് എല്ലാ കാലങ്ങളിലും എപ്പോഴും പോകാറ്. ആളുകൾക്ക് നല്ല വിശ്വാസമാണ്. മാത്രമല്ല ദേവിയുടെ അടുത്ത് പ്രാർത്ഥിച്ചാൽ അത് നടക്കും എന്നുള്ളതാണ് ഭക്തജനങ്ങളെല്ലാം
വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ പിന്നെ ഈ പഴയ കാലത്ത് ഉണ്ടാകുന്ന ഈ ചൊള്ള അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ അസുഖങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പിന്നെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ കാളാഭൂതം, നായാടിഭൂതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ദേവിയുടെ ഭൂതഗണങ്ങൾ ആളുകളെ കാണാൻ വീട്ടിലേക്ക് ചെല്ലും ഈ പൂര കാലഘട്ടത്തിൽ. അങ്ങനെ ചെല്ലുമ്പോൾ അവർ ആ വ്യാധികൾക്കൊക്കെ ഒരു പരിഹാരം അല്ലെങ്കിൽ അതിനൊരു ചടങ്ങ് എന്നുള്ള നിലക്കും കൂടി അതിനകത്ത് അതിൽ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. അത് അവരുടേതായിട്ടുള്ള ശൈലി, അവരുടെ ഭാഷയിൽ അവരതിൽ ഇതൊക്കെ ചൊല്ലിയിട്ടാണ് അത് നടത്താറ്. അരിയും പൂവൊക്കെ എറിഞ്ഞ് അവരെ സുഖം. അത് ഈ പ്രദേശങ്ങളിലാണോ കയറി ഇറങ്ങുന്നത്? അതെ, അത് മഞ്ചേരി പിന്നെ ഈ പൂരം വിളംബരം ചെയ്യുന്നതിൻ്റെ ഭാഗം കൂടിയാണത്. അപ്പം ആ സമയത്ത് കൂടി ഈ ഒരു സംഗതി കൂടി അതിനകത്ത് നടക്കുന്നുണ്ട്. എത്ര ദിവസം ഈ ഇവിടെ ഉത്സവം നടക്കുന്നത്? നമുക്ക് 7 ദിവസമാണ് പൂരം, 8 ദിവസമാണ് നമ്മുടെ ചടങ്ങുകൾ. 8ാം ദിവസം പൂരം അവസാനിക്കും. ചേട്ടാ, ഞാൻ കയറി വരുമ്പോൾ തന്നെ ഈ സ്റ്റെപ്പിന്റെ മേലെ നോക്കിയപ്പോൾ അവിടെ ഒരു പാറയുടെ ഒരു കുഴി പോലെ കണ്ടു. ചുറ്റിലും ഇങ്ങനെ പെയിന്റ് അടിച്ചിട്ട് ഉള്ളിൽ കുറച്ച് പാറകളൊക്കെ ആയിട്ട്. അതെന്താ ചേട്ടാ അതിന്റെ ഒരു ഐതിഹ്യം എന്താണ്? അതിന്റെ ഐതിഹ്യം എന്ന് പറയപ്പെടുന്നത് ഭഗവതി ഒരു ഭക്ഷണം എന്താ പാകം ചെയ്യുന്ന സമയത്തോ എന്തോ ആ സമയത്ത് അത് പറ്റാത്ത ഒരു സംഭവം വന്നു. അപ്പോൾ ഭഗവതി ദേഷ്യം വന്നിട്ട് ഒരു ചട്ടുകെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ആ എറിഞ്ഞപ്പോൾ വന്ന് വീണ കുഴിയാണ് ചട്ടുകുഴി. അതിന്റെ പേര് ചട്ടുകുഴി എന്നാണ്. അപ്പൊ ചട്ടുകുഴിയാണ് ആ സൈഡിലേക്ക് കാണുന്നത്. അത് എക്കാലത്ത് ഈ കുന്നിന്റെ മുകളിൽ ഒരു പാറയുടെ കുഴിയിൽ എക്കാലത്തും വെള്ളം ഉണ്ടാവും. ഒരു കാലത്ത് അത് വെള്ളം വറ്റില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ നോക്കിയാലും വെള്ളം കാണാം അല്ലേ? അപ്പൊ ഇതിന് എങ്ങനെ ഇതിന് കിണർ പോലെയാണോ ഉള്ളത്? അതിനടിയിൽ ഒരു തുരങ്കം പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും ഇറങ്ങിയിട്ട് പരിശോധിച്ചിട്ടില്ല. പക്ഷെ ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ആനക്കയം പുഴ എന്ന് പറഞ്ഞ പുഴയുണ്ട്. ആ പുഴയിൽ വെള്ളം കലങ്ങിയാൽ നമ്മുടെ ഇവിടെ ഇത് കലങ്ങാറുണ്ട്. അപ്പം പറയുന്നത് ഈ പുഴയ്ക്കും ഈ കുളത്തിനും തമ്മിൽ ഒരു കുണ്ടും തമ്മിൽ ബന്ധമുണ്ട്. ഏട്ടാ, ഞാൻ വന്ന് കയറിയപ്പോ ഇവിടെ കോമരങ്ങളൊന്നും കണ്ടില്ല. അതെന്താണ് അങ്ങനെ ഒരു ഇത്? കോമരം നമുക്ക് അങ്ങാടിപ്പുറം ദേവിയുടെ അടുത്ത് കോമരമുണ്ട്. എന്നാൽ നമുക്ക് ഇവിടെ കോമരം പാടില്ല. കാരണം ദേവിക്ക് അത് പേടി ബാലദുർഗയായിട്ടാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ദേവിക്ക് പേടിയായതുകൊണ്ടായിരിക്കും കോമരം. അപ്പൊ അങ്ങനെ ഒരു കോമരത്തിന്റെ ഒന്നുമില്ല. ഇല്ല, ഇവിടെ കോമരത്തിന്റെ. പിന്നെ വിശേഷമായിട്ട് ഇവിടെ എന്ത് പൂജയാണ് നടക്കാറുള്ളത്? പൂജ എല്ലാ തരത്തിലുള്ള പൂജയുണ്ട്. നമ്മൾ പിന്നെ മംഗല്യ പൂജ ഉണ്ട്, പിന്നെ എല്ലാ പൂജകളും ഉണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിയാത്തവർക്ക് അതിന് ഇപ്പൊ കുറച്ച് മുമ്പ് നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന ഫലിച്ചു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. മംഗല്യ പൂജയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സംഗതിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന് ആ പൂജ ഇവിടെ നടക്കാറുണ്ട്. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഇപ്പം ഈ വഴിപാട് പൂരത്തിന്റെ വഴിപാട് സമയത്ത് പറവെപ്പ് വഴിപാടാണ് നടത്താറ്. പറവെപ്പ് എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പറ നമുക്ക് മംഗല്യഭാഗ്യത്തിനാണ്. പിന്നെ അരിപ്പറ ഉണ്ട്, പണപ്പറ ഉണ്ട്, ചെറുപയർ പറ എന്ന് പറഞ്ഞിട്ടുള്ള അതൊക്കെ ഓരോ വിവിധ തരത്തിലുള്ള വീടിൻ്റെ ഐശ്വര്യത്തിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ പിന്നെ മറ്റേ നമ്മുടെ കുട്ടികൾക്ക് പഠനം. അപ്പൊ കുട്ടികൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾ പറഞ്ഞ വേഗം ദേവി കേൾക്കുന്നൊരു സാധനം കൂടെ. അപ്പൊ കുട്ടികൾ ഉണ്ടാവാൻ കൂടെ ആളുകൾ വരുന്നുണ്ടോ അവിടെ? അതിനും വരുന്നുണ്ട്. അപ്പൊ കുട്ടികൾ ഉണ്ടാവാനുള്ള ഒരു പ്രാർത്ഥന കൂടെ നടക്കുന്നുണ്ട്. പൂജ ഇവിടെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയാം. അതിന്റെ പ്രാർത്ഥന ഇവിടെ നടത്താറുണ്ട്. ചേട്ടാ, അപ്പൊ ഞാനൊരു ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. ഓരോ അമ്പലത്തിനും എന്തെങ്കിലുമൊക്കെ ഒരു പണ്ട് നടന്ന കഥകളൊക്കെ എന്തെങ്കിലും പറയാനുണ്ടാവും. അപ്പൊ അതുപോലെ ദേവീനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഓർമ്മയിൽ ഇപ്പൊ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് എന്തെങ്കിലും കൈമാറി വന്ന ഒരു കഥയുണ്ടോ പറയാനായിട്ട്? അത് എനിക്ക് ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്ന ഒരു കഥയുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഞങ്ങളൊക്കെ എൻ്റെ അച്ഛൻ്റെ അച്ഛനും അതേപോലെ തന്നെ പൂർവികരൊക്കെ കോലവുമായി ബന്ധപ്പെട്ട് അവിടെ പണിക്ക് പോകുന്ന ആളുകൾ. അങ്ങനെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും കോലത്തിൻ്റെ ഒരു പിന്നെ അവരുടെ നെല്ലും അതുപോലെ തന്നെ അവിടുത്തെ പണിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരു സ്ത്രീ വിറക് വെട്ടാൻ വേണ്ടി ഒരു മലയുടെ മുകളിൽ, ഈ നമ്മളെ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന ഒരു മലയുടെ മുകളിൽ പോയിട്ട് വിറക് വെട്ടാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ അത് കണ്ടപ്പം അത് പറയപ്പെടുന്ന കഥയാണ്. ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് അറിയില്ല. എന്നാൽ ഞാൻ പഴയ കാലത്ത് കേട്ടൊരു കഥയാണ്. അപ്പോൾ ആ പിന്നെ പെൺകുട്ടി പറയുന്നു, ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, നേരെ പോയി കോലത്ത് പോയിട്ട് വിവരം അറിയിക്കണം, എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പറയണം എന്ന് പറയുമ്പോൾ ഇവർ വന്ന് ഓടി വന്നിട്ട് ഇങ്ങനെ സംഗതി നടന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ അവരെ കൊണ്ടുവന്ന്
ആ സ്ത്രീ പിന്നെ ഈ കുട്ടീനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കുടിയിരിക്കുന്നതാണ് നമ്മുടെ ബാലദുർഗ എന്ന് പറയുന്നത് മുതിർകുന്ന് ഭഗവതി എന്നാണ് പറയപ്പെടുന്നത്. മുതിർകുന്ന് ഭഗവതി 3 കുന്ന് അങ്ങനെ ആയിരിക്കും അതിന്റെ ഒരു ഇത് വരുന്നത്. 3 കുന്നിന്റെ നടുവിലായിട്ടൊരു കുന്നിന്റെ മുകളിൽ എന്നുള്ളതായിരിക്കും. ഒരാഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിൽ ഞാനൊരു 25 വർഷം ഒരു ഏകദേശം 30 വർഷത്തോളമായി ഞാൻ ഈ കമ്മിറ്റിയിൽ പ്രവർത്തനം തുടങ്ങി. ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ പറയൂ, പേഴ്സണലായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പേഴ്സണലായിട്ട് നമുക്കങ്ങനെ അനുഭവമായിട്ടൊന്നുമില്ല. പിന്നെ വിശ്വാസികൾ എല്ലാം പ്രാർത്ഥിച്ചാൽ അമ്മ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് പിന്നെ അത്ര ബുദ്ധിമുട്ടുകളൊന്നും വേറെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ. അപ്പം ദുർഗ എന്ന് പറയുമ്പോൾ അത്ര ഒരു വല്ലാത്ത ഒരു ദേഷ്യഭാവത്തിലൊന്നും അല്ല ഉള്ളത്, ശാന്തഭാവത്തിലാണ്. കുഞ്ഞായതുകൊണ്ട് ഈ 11 ദിവസത്തെ സാധാരണ അമ്പലങ്ങൾ 3 ദിവസം 4 ദിവസമൊക്കെയാണ്. ചില അമ്പലങ്ങളിൽ ഞാൻ കേട്ടിട്ടില്ല 11 ദിവസത്തെ പൂരം എന്ന് പറയുന്നത്. 11 ദിവസം അങ്ങാടിപ്പുറം 11 ദിവസമാണ്. 11 ദിവസമാണ് അങ്ങാടിപ്പുറം. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് 7 ദിവസമാണ്. 7 ദിവസം. 8ാം ദിവസം കൊടിയിറക്കും. ഒന്നാം പൂരം എന്ന് പറയുന്നത് കൊടിയേറ്റാണ്. കൊടിയേറ്റിന്റെ 1ാം പൂരം തുടങ്ങി കൊടി ഇറക്കത്തിന്റെ സമയമാകുമ്പോൾ 8ാം പൂരം വരും. 7ാം പൂരത്തിന് നമ്മൾ ദേവി നമ്മുടെ പ്രജകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് ദേവി നമ്മുടെ പൂരപ്പാടം എന്ന് പറഞ്ഞ താഴെ ഒരു ഭാഗമുണ്ട്. പോകുമ്പോൾ കാണാം 124 സ്റ്റെപ്പ് ഇറങ്ങി വേണം. ഓ, അങ്ങനെയുണ്ട്. അമ്പലത്തിന്റെ പിന്നാവശത്തേക്കാണോ? അത് നേരെ കുളത്തിലേക്കാണ്, നമ്മുടെ ആറാട്ട് കടവിലേക്കാണ് ഇറങ്ങുന്നത്. അത് 124-125 സ്റ്റെപ്പ് ഉണ്ടാവും. ആ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ ആറാട്ടുകടവും കഴിഞ്ഞ് ചെന്നിട്ട് വേണം പൂരം നടക്കുന്ന സ്ഥലമുണ്ട്. ദേവി നമ്മുടെ ആളുകളെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സ്ഥലം. അവിടെ വന്ന് ഒരു ദിവസം ദേവി അവിടെ വന്ന് ഈ പൂരത്തിൻ്റെ അന്ന് എല്ലാവരും കണ്ട് നമ്മളെ അനുഗ്രഹം വാങ്ങി ദേവി തിരിച്ചു കയറി പോകും. അത് കഴിഞ്ഞാൽ പിന്നെ അന്ന് അവിടെ ഇന്നാണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഈ 31/3/2026 ലാസ്റ്റ് ഡേ ആണ്. പൂരത്തിന്റെ ദിവസം ഇന്ന് പാടത്ത് ദേവീനെ കണ്ട് എല്ലാവരും കണ്ട് തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് പ്രസീത ചാലക്കുടിന്റെ ഒരു ഗംഭീര നാടൻ പാട്ടുണ്ട്. പിന്നെ ഇന്ന് ഒരു ചെറിയ രീതിയിലൊരു വെടിക്കെട്ടും നടത്തുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ. എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമായി. അമ്പലത്തിലെ കാര്യങ്ങൾ എനിക്ക് അറിയാനും നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റി എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇതാ ഇപ്പം ആള് പറഞ്ഞ അത്രയും വലിയ സ്റ്റെപ്പ് ഇപ്പം ഇറങ്ങി വരുവാണ്. ഇത് നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോൾ ആറാട്ടുകടവിൽ എത്തിയിട്ടുണ്ട്. ഗൈസ്, ഇതാണ് നമ്മളോട് പറഞ്ഞു തന്ന ആ ആറാട്ടുകടവ്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇവിടെയാണ് ഇവിടുത്തെ ദേവി കുളിച്ച് കയറാൻ വരുന്നത്. പഴയ സിനിമകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള കുളക്കടവാണ് എനിക്ക് ഓർമ്മ വന്നത്. ആറാട്ടുകുളത്തിന്റെ പടവിലായിട്ട് ബാലദുർഗ അമ്മയുടെ ചെറിയ രീതിയിലുള്ള പ്രതിഷ്ഠയും കൂടെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ആറാട്ടുകടവിന്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ പോകുമ്പോഴാണ് മഞ്ചേരി കോവിലകം നമുക്ക് കാണാൻ പറ്റുക. നേരെ ബാക്കിലായിട്ട് നമുക്ക് കാണുന്നത് കോവിലകമാണ്. കോവിലകത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇപ്പം കയറാൻ പറ്റില്ല, അതിന് പെർമിഷനൊക്കെ വേണം. ആറാട്ടുകുളത്തിന്റെ അടുത്തായിട്ട് ഒരു ചെറിയ കുളം കൂടെ കണ്ടു. അതിൽ നിറയെ ആമ്പലാണ്. അത് ഉപയോഗിക്കുന്നൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് മഞ്ചേരി കോവിലകം. നമുക്കുള്ളോട്ട് കയറാൻ പറ്റില്ല. മറ്റൊരു വ്ളോഗിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും. പുറത്തുള്ള കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത്. ഇപ്പോൾ കോവിലകത്തിൻ്റെ അകത്ത് ആളുകളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്കിപ്പോൾ ഉള്ളോട്ട് കയറാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നേരെ പൂരം നടക്കുന്ന സ്ഥലത്തേക്കാണ്. പൂരം നടക്കുന്ന സ്ഥലത്ത് ദേവീനെ പ്രതിഷ്ഠിക്കുന്ന ആ ഒരു ആൽത്തറയാണ് ഈ കാണുന്നത്. ചേട്ടാ, ഇവിടെ ആലിന്റെ തറേന്റെ മുന്നിൽ എന്താ ഇങ്ങനെ ഒരു ഇരിപ്പിടം പോലെ? എന്താണ് ഈ ഭഗവതി? 7ാം പൂരം ആണ്, പാടത്തെ പൂരം. 4:30 കുട്ടിയിറങ്ങും. ചെറുക്കൽ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് വരവ്. ഇങ്ങോട്ട് വന്നിട്ട് ഭഗവതി ഇവിടെ തറയിൽ വന്നിരിക്കും. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ചേട്ടൻ്റെ പേരെന്താ? സുധേ. ഗൈസ്, ഇതാണ് പൂരം നടക്കാൻ പോകുന്ന പാടം. ഇവിടെയാണ് ഒരുപാട് ജനങ്ങൾ വരാൻ പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 2 മണി ആയിട്ടുള്ളൂ. ഇനിയും സമയം ഒരുപാട് കിടക്കുകയാണ്. 4:30-5 മണിയാകുമ്പോഴത്തേക്ക് പൂരത്തിനുള്ള ആളുകളും എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന സ്ഥലത്തുള്ള കുന്നുംപുറത്തെ മുതിർകുന്ന് അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. ഇവിടുത്തെ അന്നദാനവും പൂരവും വിശേഷങ്ങളൊക്കെ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.